അത് അയാളെ പൊക്കളിയാ. ചിലപ്പോ ഇതാക്കാൻ വേണ്ടി വരുന്നതും ആവാം. നീഡ് ടു ടോക്ക് പുള്ളി വിളിക്കാം. ഹലോ, എന്താണ് ബ്രോ സംസാരിക്കാനുള്ളത്? നീഡ് ടു ടോക്ക്. കേൾക്കുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല. മൈക്കോ കേൾക്കാം. ഇല്ല, ബ്രോഡ് ഇത് കാണാറുണ്ട്, ആപ്പ് കാണാറുണ്ട്. അപ്പൊ ഈ നടക്കുന്ന സീനൊക്കെ കുറച്ച് ശോകമായിട്ടാ തോന്നുന്നത്. അതെ അതെ, എനിക്കും ഭയങ്കര ശോകമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടല്ലേ ബ്രോ ഞാൻ മാറിയിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് നല്ല ശോകമായിട്ട് തോന്നിയത്. ഈ റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, നേരത്തെ കേൾപ്പിച്ച റെക്കോർഡിംഗ് മുമ്പ് സംസാരിച്ചിട്ടില്ലേ ഈ ടോപ്പിക്ക്, സെയിം ടോപ്പിക്ക്? അത് കഴിഞ്ഞിട്ടല്ലേ രണ്ടാമത് വീണ്ടും ചോദിക്കണം? അതെ, തോന്നിയായിരുന്നു ബ്രോ. അല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഞാനാണത് പറയുന്നതെങ്കിൽ ഇപ്പൊ ബ്രോ അടുത്ത് ഞാൻ പറയുവാണ്, നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ബ്രോ അടുത്ത് പറയാണ്, അതെ, ഞാൻ ഇതിനു മുമ്പ് എന്നോട് സംസാരിച്ച കാര്യം ആയതുകൊണ്ടല്ലേ പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നേ. അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പറയൂലേ, ബ്രോ തന്നെ ചോദിക്കില്ലേ? ബ്രോ ആണ് എന്റെ അടുത്ത് അതിനകത്ത് സംസാരിക്കുന്നെങ്കിൽ ബ്രോ എന്നോട് ചോദിക്കത്തില്ലേ, അല്ല എന്താണ് എന്തോ ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞില്ല, ഞാൻ എപ്പോ പറഞ്ഞടാ അങ്ങനെയെന്ന് എന്റെ അടുത്ത് അങ്ങനെയെങ്കിലും തിരിച്ചു ചോദിക്കും. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞോളാം. അതും അതൊരു ഹെൽത്തി ടോക്ക് അല്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാണ് സംസാരിച്ചത്. അതൊരു ഹെൽത്തി ടോക്ക് അല്ലായിരുന്നു. അപ്പൊ ഒബ്വിയസ്ലി അവിടുന്ന് ഇങ്ങോട്ട് ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം അവൻ എന്താ ചോദിക്കാഞ്ഞെന്നാണ് എൻ്റെ ഇത്. എന്നിട്ട് ബ്രോ പറയാം, ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം ബ്രോ. ബ്രാവോയെ അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ഈ അടുത്ത് ബ്രാവോ എടുത്ത് ഈ ഇടയ്ക്കും സംസാരിച്ച് മനസ്സിലാക്കാൻ നോക്കി ഈ കാര്യം. ഒരു 2 ദിവസം മുമ്പ് പോലും ബ്രാവോ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക ഇവൻ എന്ന് ഞാൻ ബ്രാവോയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അത് അവരോട് കാണിക്കാൻ വേണേ പറഞ്ഞാൽ മതി ബ്രോ. ഞാൻ മെസ്സേജ് അയച്ചു. ഇല്ല, അതിൽ കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ഇപ്പൊ അതൊരു ഗ്രോത്ത് ആയിട്ട് കാണുള്ളൂ. ഇതൊരു ഗ്രോത്ത് അവർക്ക് എന്തായാലും വ്യൂ ഇല്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇത് എന്താ പറയാ, കുറെ വെച്ചുമ്പോ മറ്റേ വാഴവട്ടം അറിയില്ലേ? ബ്രോ അപ്പം ഇതിന്റെയൊക്കെ പേരിൽ നിർത്തുന്ന ശോഭമുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ നിർത്തുന്നല്ല ബ്രോ. ഞാൻ ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാം ബ്രോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് പുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ഇപ്പൊ ഇതാണ്. എന്നിട്ട് ഞാൻ അതില് പൊട്ടനായി മാറിയിരിക്കുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ്. നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ ബ്രോ. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ബ്രോ. ഞാനിപ്പോൾ അവരോട് പറയണു, ഞാൻ ഇങ്ങനെ ഒരു സമയം അവർക്ക് കൊടുത്തേക്കുക. അപ്പം നമ്മുടെ ഓഡിയൻസ് തന്നെ ഇത് ഇഷ്ടമുള്ളവരോ ഇഷ്ടമല്ലാത്തവരോ ആയിരിക്കും. അവിടെ ചെന്ന് നോക്കുക ഇവന്മാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പോകുമ്പോൾ അവരൊരു ഇംപ്രസീവ് RP ആണ് അവിടെ ചെയ്യുന്നെങ്കിലോ. ഇത് RP കാണാനൊന്നും ആരും പോകില്ല. നിങ്ങളുടെ ഇത് വർത്താനം കേൾക്കാനല്ലേ പോകുള്ളൂ. RP കാണാൻ ആരാ പോകുന്നത്? ചിന്തിച്ചാ പോരെ. ഇതിന്റെ പേരിൽ കുറച്ച് സൂപ്പർ ചാറ്റ് മേടിച്ച് അവിടെ ഇരിക്കാനുള്ള മൈൻഡല്ലേ? ഇതിന്റെ പേര് നിർത്തിക്കഴിഞ്ഞാൽ നിർത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ നഷ്ടമുള്ളൂ, വേറെ ആർക്കും നഷ്ടമൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്ത് പോകും, നിങ്ങളുടെ കുടുംബത്തിന് കിട്ടാനുള്ള പൈസ പോകും, എത്രേ ഉള്ളൂ. എനിക്കറിയാം ബ്രോ, എനിക്കറിയാം. അങ്ങനെ നിർത്തിയൊന്നും പോകത്തില്ല ബ്രോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഞാൻ കാര്യം പറഞ്ഞു, ഇതൊക്കെ വെറുതെ കുഞ്ഞു പിള്ളേരുടെ പരിപാടിയാണ്. കുഞ്ഞു പിള്ളേർ ഭയങ്കര ഇമ്മച്യൂർ ഡിസിഷൻ ആണ് ഇത് ഭയങ്കര ഇമ്മച്യൂർ ഡിസിഷൻ ആണ്. എനിക്ക് ആ ഒരു ഒറ്റ സമയത്ത് ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു കേട്ട് പിന്നെ ആലോചിക്കും പറഞ്ഞും പോയല്ലോ. അല്ല അങ്ങനല്ല ബ്രോ, ഒറ്റ സമയത്ത് ദേഷ്യത്തിന്റെ പുറത്തല്ല ഇത്. അങ്ങനത്തെ ഒരു ഡിസിഷൻ അല്ല ഇത്. ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് കുറെ പേര് നിൽക്കുന്നുണ്ട്. ഇല്ല ബ്രോ, ഞാൻ അവരെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യൂല. അതിന് എന്റെ എന്ത് സ്ട്രീമിലാണ് അവരെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യൂല. അല്ല, നിങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞവരെല്ലാം പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചിട്ട് കൂടെ നിൽക്കണ ഒരു ടീമായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ? ഇല്ല ബ്രോ, ടിവിയെ ഞാൻ പറഞ്ഞില്ലേ, അവരെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുവരും. അതിൽ ഒരു അല്ലാതെ പറഞ്ഞു ഇപ്പൊ ഈ പരന്തോഷം പറഞ്ഞ ക്യാരക്ടർ ഇല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാനുള്ള ഉദ്ധിമുട്ടായിരിക്കും, ഉറപ്പായിട്ടും. അതെ, ഞാൻ തിരിച്ചു വരണം എന്ന് പറയാനുള്ള ഓപ്ഷൻ എനിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞ കാര്യം. അവർക്കത് 10 പൈസ കിട്ടുന്ന സമയത്ത് ബ്രോ ഇപ്പൊ ഇതില്ലേ, ഈ ഒരു സിറ്റുവേഷൻ കാരണം അവർക്കും സത്യം ചിന്തിച്ച് നോക്ക്, 3 ദിവസമായിട്ട് അവർക്ക് ആർക്കും ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇല്ല, അത് 3 ദിവസമായിട്ട് ലൈവ് ചെയ്യാത്തതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ, ഞാൻ പറഞ്ഞില്ല, എന്റെ ചേച്ചിയുടെ കല്യാണത്തിനും അതിനൊക്കെ അവർ പോയേക്കുവായിരുന്നു. നാളെ തൊട്ട് എല്ലാവരും ലൈവ് വരും ബ്രോ. നാളെ തൊട്ട് എല്ലാവരും ഞാൻ ഇടിക്കും. നാളെ തൊട്ട് എല്ലാവരും വരും, എല്ലാവരും കളിക്കുകയും ചെയ്യും. അത് ഞാൻ ഉറപ്പ് തരാം. എന്റെ സൈഡിൽ നിന്ന് ഞാനത് ഉറപ്പ് തരാം. ഞാൻ നാളെ തൊട്ട് എല്ലാവരും വരും. അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞു, മനസ്സിലായില്ല. എനിക്ക് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ മറ്റേ ഇങ്ങനെ പറയാം. ഇപ്പൊ എന്റെ ഭാഗത്ത് ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു സെഷൻ വെച്ചത് പോലും എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണം. അതാണ് ഞാൻ. അല്ലാതെ ഇപ്പം നമുക്ക് ഇപ്പൊ എന്നെ പറ്റി നല്ലത് പറയാനാണ് എന്റെ ചാറ്റിൽ കുറെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 1000 പേരുണ്ടാവും നല്ലത് പറയാൻ വേണ്ടിയിട്ട്.
പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് എന്ത് വീഴ്ചയാണ് വന്നത്, എൻ്റെ സൈഡിൽ നിന്ന് എന്താ വന്നതെന്ന് എനിക്കറിയാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആക്ടിവിറ്റീസ് ബാക്കിയുള്ള ആൾക്കാരെ എന്ത് രീതിയിൽ ബാധിക്കും എന്ന് സ്പീക്ക് ഔട്ട് ചെയ്യേണ്ട ഒരാളെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചത്. അതിൽ ബ്രോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത്. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഒരു ദേവദൂതനല്ലേ ആ പോയെ. സത്യം. നല്ലൊരു മനുഷ്യൻ. സമയം 9:38 കഴിഞ്ഞ്